ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ JLT നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് JLT ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി PSC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ കാറ്റഗറി 076/2024, ഗസറ്റ് ഡേറ്റ് 15/5/2024 ഡേറ്റ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/6/2024, അതായത് 19 ജൂണിനാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. PSC ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചറാണ്. പേ അപ്പ് സ്കെയിൽ കൊടുത്തിരിക്കുന്നത് 35,600 to 75,400 പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി തിരുവനന്തപുരം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതുപോലെ തന്നെ കൊല്ലം 2, പത്തനംതിട്ട ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ആലപ്പുഴയും ഒരുപാട് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട്. കോട്ടയം 1, ഇടുക്കി 1, എറണാകുളം 2, കോഴിക്കോട് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, മലപ്പുറം ആൻറ്റിസിപ്പേറ്റഡ് ആണ്, പാലക്കാട് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, കണ്ണൂർ 4, വയനാട് 1, കാസർഗോഡ് 7 അപ്പോൾ നല്ലൊരു അവസരം കൂടിയാണ് JLT PSC ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനോട് ചർച്ച ചെയ്യാം. ക്വാളിഫിക്കേഷൻ ഏജ് വന്നിരിക്കുന്നത് 18 to 40 വയസ്സാണ് ഏജ് ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത്. അതായത് OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് BA ഹിന്ദി, ഏതെങ്കിലും BA ഹിന്ദി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ കേരള ഹിന്ദി പ്രചാര സഭയുടെ ഭൂഷൺ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യാചാര്യ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ വിശാരദോ പ്രവീണ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കേറ്ററ്റ് 4 കൂടി പാസ്സായിരിക്കണം. തീർച്ചയായും പാസ്സായവർക്ക് മാത്രമേ കേറ്ററ്റ് 4 കൂടി നേടിയവർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നിലവിൽ കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജൂണിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിലവിൽ പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് കേറ്ററ്റിൻ്റെ കയ്യിലുള്ളവർക്കും അതുപോലെ തന്നെ ഭൂഷൺ പാസ്സായ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് DLED ട്രെയിനിങ് കോഴ്സോ ഒന്നും ഈ PSCൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ തവണയും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കേറ്ററ്റ് 4 ഈ ഭൂഷൺ കോഴ്സുള്ളവർക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം. നിലവിൽ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് DLED എന്ന കോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ PSCൻ്റെ ഭാഗത്ത് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല. അപ്പം നിലവിൽ ഈ കോഴ്സ് ഭൂഷൺ സാഹിത്യാചാര്യോ പാസ്സായവർക്ക് കേറ്ററ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ JLTയുടെ കോച്ചിങ് ക്ലാസ് നമ്മൾ നൽകുന്നതാണ്. ചെറിയ ഫീസാണ് ഇതിന് ഈടാക്കുന്നത്. റെക്കോർഡിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളും PDF നോട്ട്സുകളും ഒക്കെയാണ് ടെലഗ്രാമിലൂടെയാണ് നമ്മൾ നൽകുന്നത്. ചെറിയ ഫീസാണ് ഇതിന് ഈടാക്കുന്നത്. താല്പര്യമുള്ളവർ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതിന് അടുത്ത ആഴ്ച തന്നെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകുന്നതാണ്. അതുപോലെ തന്നെ NCA നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. അതായത് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി കണ്ണൂരിലാണ് NCA നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഹിന്ദു നാഡർ കാസ്റ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ NCA നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി NCA മുസ്ലിം കാറ്റഗറിയാണ്. മുസ്ലിം റിലീജിയനിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കൊല്ലം ആണ് സെലക്ഷൻ ഡിസ്ട്രിക്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറും കൂടി വിളിച്ചിട്ടുണ്ട്. ഇത് കൊല്ലത്ത് 2 പോസ്റ്റാണുള്ളത്. പിന്നെ പത്തനംതിട്ട 1, ആലപ്പുഴ ആൻറ്റിസിപ്പേറ്റഡ് ആണ്, ഇടുക്കി 4, വയനാട് തൃശ്ശൂർ 1, കോഴിക്കോട് അതുപോലെ പാലക്കാട് മലപ്പുറം ആൻറ്റിസിപ്പേറ്റഡ്, കണ്ണൂർ ആൻറ്റിസിപ്പേറ്റഡ്, കാസർഗോഡ് 2 ഇത്രയാണ് വിളിച്ചിരിക്കുന്നത് പാർട്ട് ടൈം ലാംഗ്വേജ് ടീച്ചർ. ഇതിനും ഈ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കേറ്ററ്റ് 4 കൂടി പാസ്സായിരിക്കണമെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 19/6 PSC നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ JLDയുടെ കോച്ചിങ് ക്ലാസ് താല്പര്യമുള്ളവരും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്ത യൂസ്ഫുൾ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ധന്യവാദ്.